സംസ്ഥാനത്ത് ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയായി കെഎസ്ഇബിയുടെ പുതിയ തീരുമാനം. ഫെബ്രുവരിയിലെ സർചാർജ് നിലനിർത്താനാണ് ബോർഡിന്റെ തീരുമാനം. യൂണിറ്റിന് 10 പൈസ വെച്ച് സർചാർജ് പിരിക്കുമെന്നാണ് കെഎസ്ഇബി അറിയിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിലെങ്കിലും സർചാർജ് ഒഴിവാക്കുമെന്നായിരുന്നു ഉപഭോക്താക്കളുടെ പ്രതീക്ഷ. എന്നാൽ ഇതും അസ്ഥാനത്താക്കിക്കൊണ്ടാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ വൈദ്യുതി വാങ്ങിയതിലൂടെ 18.13 കോടിയുടെ അധികം ബാധ്യതയാണ് ഉണ്ടായതെന്നും ഇതാണ് അടുത്ത മാസം സ്വന്തം നിലയിൽ സർചാർജ് പിരിക്കുന്നതിന്റെ കാരണമെന്നും കെഎസ്ഇബി അറിയിച്ചു. സർചാർജ് നിലനിർത്തിയെങ്കിലും ഇതിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് എന്നതാണ് ഏക ആശ്വാസം. കഴിഞ്ഞ മാസം വരെ യൂണിറ്റിന് 19 പൈസ എന്ന നിരക്കിലായിരുന്നു സർചാർജ് ഈടാക്കിയത്. എന്നാൽ ഫെബ്രുവരി മുതൽ ഈ ഇനത്തിൽ 9 പൈസയുടെ കുറവുണ്ടാകും. അതായത് ഇതിനായി 10 പൈസ നൽകിയാൽ മതിയെന്നർത്ഥം. ഇന്ധനവില കൂടുന്നത് മൂലം താപവൈദ്യുതി വാങ്ങുന്നതിനുള്ള ചിലവിലുണ്ടാകുന്ന വർധനയാണ് സർചാർജിലൂടെ പൊതുവെ ഈടാക്കുന്നത്. എന്നാൽ മേലെ പറഞ്ഞ 9 പൈസയുടെ കുറവിന് കാരണം റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജ് ഒഴിവാക്കുന്നതിലൂടെയാണ്. സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വൈദ്യുതി വാങ്ങാൻ കെഎസ്ഇബിക്ക് അധികമായി ചിലവായ തുക ഈടാക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 9 പൈസ സർചാർജ് തീരുന്നതോടെയാണ് ഈ കുറവ്. അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ വൈദ്യുതി വാങ്ങൽ ചിലവ് റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചതിനേക്കാൾ കൂടിയ തുകയായോ എന്ന് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കെഎസ്ഇബി. അങ്ങനെ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചുള്ള സർചാർജ് ഈടാക്കാനായി വീണ്ടും അപേക്ഷിക്കാനാണ് ബോർഡിന്റെ തീരുമാനം. അതിനിടെ വേനലിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധി മറികടക്കാൻ കെഎസ്ഇബി ഇപ്പോഴേ നീക്കങ്ങൾ ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വേനൽ കത്തി നിൽക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ വൈദ്യുതിയുടെ കുറവുണ്ടാകുമെന്ന കാര്യം മുന്നിൽ കണ്ടാണ് ഈ നീക്കം. അടിയന്തരമായി ആവശ്യമുള്ള വൈദ്യുതി ഹ്രസ്വകാല കരാർ മുഖേന വാങ്ങൽ, തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ വൈദ്യുതി വാങ്ങൽ തുടങ്ങി വിവിധ പദ്ധതികൾ ബോർഡിന്റെ പരിഗണനയിലാണ്. പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങലിന് പുറമെ ആഭ്യന്തര തലത്തിലുള്ള ഉൽപാദനം കൂടുന്നതും അവരുടെ പരിഗണനയിലുണ്ട്. അതേസമയം കെഎസ്ഇബി ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന് പലരും ആരോപിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി. മഴക്കാലത്ത് ഉപഭോഗം കുറഞ്ഞിട്ട് പോലും വലിയ തുക കെഎസ്ഇബി അനാവശ്യമായി പിരിച്ചെടുക്കുന്നുവെന്നാണ് മാസങ്ങൾക്ക് മുൻപുള്ള ആരോപണം. മുൻപ് എല്ലാ മാസവും ബില്ല് നൽകിയിരുന്നതിനു പകരം ഇപ്പോൾ 2 മാസം കൂടുമ്പോഴാണ് കെഎസ്ഇബി വൈദ്യുതി ബിൽ നൽകി വരുന്നത്. ഇതേ രീതി തന്നെയാണ് വാട്ടർ അതോറിറ്റിയും പിന്തുടരുന്നത്. 2 മാസം കൂടുമ്പോൾ ബില്ല് ഇടുന്നത് മൂലം ഉപഭോഗം മിനിമം സ്ലാബിന് പുറത്താകുമെന്നും അതുവഴി കെഎസ്ഇബിക്ക് അമിത ലാഭം ഉണ്ടാകുന്നുവെന്നുമാണ് ഉയരുന്ന ആരോപണം.